Hello guys, welcome to Cooking Diaries. ഹായ് ഓൾ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പാർട്സ് കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഈ ഒരു കറി നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൻ്റെ അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാ ചിക്കൻ പാർട്സ് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ പാർട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 പാക്കറ്റ് പാർട്സാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഒരു പാക്കറ്റ് 300 ഗ്രാമും ഒരു പാക്കറ്റ് 400 ഗ്രാമും മൊത്തത്തിൽ 700 ഗ്രാം ചിക്കൻ പാർട്സാണുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് വലിയ പീസായിട്ടാണ് ഉള്ളത്. അതായത് തന്നെ ഇതൊന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെയുള്ള ഭാഗം ഇത് കുറച്ച് കൂടുതൽ സമയം വേണമല്ലേ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ. അപ്പം ഇത് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇത് നമ്മൾ കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊരു നുള്ള് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് 2 വിസിലിനൊന്ന് വേവിച്ചെടുക്കുക. അപ്പം കുക്കറിൽ തന്നെ വേവിച്ചെടുക്കണമെന്നൊന്നുമില്ല. അപ്പം പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് വിസിലൊക്കെ വന്ന് കുക്കർ പ്രഷറൊക്കെ പോകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം 2 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക്. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ അതാ സവാളയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് കറി റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 2 പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് ചേർത്തിട്ട് വഴറ്റണത്. ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം സവാള അങ്ങനെ ബ്രൗൺ കളറായി അങ്ങനെ വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് സോഫ്റ്റായി വന്നാൽ മതി. അപ്പോൾ അതാ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതച്ച് വെച്ചിരുന്നല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്.
പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മുളക് പൊടി കൂടുതലായിട്ട് ചേർക്കണില്ല കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പം കുരുമുളകിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്താൽ പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പം പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ. സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് തന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയാൽ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം വരെ വെയിറ്റ് ചെയ്യുക. അപ്പം തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള പാർട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ ആ ഒരു ഇത് കുക്കറിൽ വേവിച്ചപ്പം അതിലും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. സവാളയൊക്കെ വഴറ്റിയപ്പോൾ അപ്പോഴും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്കുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ഈ ഒരു കളറൊക്കെ ഒന്ന് മാറിയിട്ടൊരു വൈറ്റ് കളറൊക്കെ ആയി തുടങ്ങും. അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. വെള്ളത്തോടെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ചിക്കൻ പാർട്സൊക്കെ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പം ഇനിയിപ്പം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അടച്ചു വെക്കുകയാണ് കേട്ടോ. അപ്പം മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്താലും കുറച്ച് സമയം കൂടെ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാർട്സ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെയും കുബൂസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പം നെയ്ച്ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ചിക്കൻ പാർട്സിൻ്റെ 2 റെസിപ്പീസ് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആ 2 വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് കാണാം. ആ 2 വീഡിയോസ് ഇതിൻ്റെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.